ഇന്നലെ കിടക്കാൻ വേണ്ടി നല്ല രീതിയിൽ ലേറ്റ് ആയിപ്പോയിട്ടാ. അതുകൊണ്ട് രാവിലെയും നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ താമസിച്ചത് ഈ ഒരു വീട്ടിലാണ്ട്ടാ. ഇവിടുത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ ഒരു ഫോട്ടോയാണ് കൊടുത്തേക്കണത്. ആ കൊച്ച് ജനിച്ചതും സമയവും ഹോസ്പിറ്റലും അതൊക്കെയാണ്. ഈ ഒരു ബയ്യയുടെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. രാവിലെ എണീച്ചപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിറച്ചി കൊണ്ടുവന്ന് തൂക്കിയിട്ടേക്കണേട്ടാ. ഇന്ത്യയിൽ ബാൻ ആണെങ്കിലും നോർത്ത് ഈസ്റ്റിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് വേട്ടയാടൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാപ്പോറിജോയിലാണ്. പോണേക്ക് നമ്മളൊരു മനോഹരമായ ബ്രിഡ്ജ് കണ്ടിട്ടാ. അങ്ങനെ അതിലൂടെ നടന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാ. എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകാറില്ല കേട്ടോ. അത് അപ്പോഴാണ് ഈ ഒരു ദീദിനെ നമ്മൾ കണ്ടുകൂട്ടിയേട്ടാ. ദീദിയുടെ കയ്യിലൊരു കൈക്കുഞ്ഞും ഉണ്ട്. അങ്ങനെ ദീദി എന്നോട് പറഞ്ഞ് ഇവിടെ നിങ്ങളുടെ കേരളത്തിലൊരു ഫാദർ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ്. നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സ്കൂളും ഒരു ചർച്ചുമായിട്ടാണ്. ഇദ്ദേഹമാണ് കേരളത്തിൽ നിന്നുള്ള ഒരു ഫാദർ കേട്ടോ. ആളിവിടെ ഒരുപാട് വർഷം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ 4 വരെ പഠിപ്പിക്കാനുള്ളൂ കേട്ടോ. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്കൂളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് വല്ലാത്തൊരു ഉപകാരം തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് കേട്ടോ. ഇപ്പോഴും പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോസ്റ്റൽ സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും വലിയ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഫാദറിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. നമ്മളങ്ങനെ ഡാപ്പോറിജോയിലെത്തി. അപ്പോഴാണ് നമ്മൾ കുറച്ച് ഗ്രഫിൽ ആൾക്കാരെ പരിചയപ്പെട്ടേട്ടാ. ഇത് നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ട് സെറ്റാക്കി തന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം വല്ലാത്ത സന്തോഷമുള്ള ദിവസമായി പോയിട്ടാ.